അപകടത്തിലായ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പുതിയ സമുച്ചയം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വേറിട്ട പ്രതിഷേധം. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കോടതിക്ക് സമീപം നീതിയുടെ തുലാസം കയ്യിലെന്തി കണ്ണുമൂടിക്കെട്ടിയാണ് സമരം. എയ്ഡ് സെന്റർ ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്താണ് ഈ വേറിട്ട സമരം നടത്തിയത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ജനലുകളും അടർന്നു വീഴാവുന്ന സീലിംഗുമാണ് നിലവിൽ കോടതിക്കുള്ളത്. മനുഷ്യർ മാത്രമല്ല, പാമ്പും പഴുതാരയും മരപ്പെട്ടിയും ചിതലും അടങ്ങുന്ന ജീവജാലങ്ങളും ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണെന്ന് ജയൻ ജോസഫ് പറയുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പറ്റാവുന്ന കോടതി, അതുപോലെ ഇഴജന്തുക്കളുടെ ഒരു താവളമായി മാറിയിരിക്കുകയാണ് ചാലക്കുടി കോടതി. യൂറിൻ പാസ് ചെയ്യാൻ സൗകര്യമില്ലാത്ത അവസ്ഥ, അതുപോലെ വിയർപ്പും വല്ലാത്തൊരു അവസ്ഥയുണ്ട്. കാരണം ജനൽപാളികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വീഴാം. ഞാൻ കോടതിയോട് പറയുന്നത് ഇനിയൊരു ശിക്ഷയുടെ ആവശ്യമില്ല. മാക്സിമം ഈ കോടതിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും ഓരോ ദിവസവും ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മജിസ്ട്രേറ്റും വക്കീൽമാരും കക്ഷികളും ഉൾപ്പെടെയുള്ളവർ ജീവൻ പണയം വെച്ചാണ് നിലവിൽ കോടതി നടപടികളിൽ പങ്കെടുക്കുന്നത്. ഒരു വലിയ ദുരന്തത്തിന് കാത്തുനിൽക്കാതെ പുതിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നാണ് ജയൻ ജോസഫിന്റെ പ്രധാന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.